ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇത് പ്രസംഗമായിട്ട് എടുക്കരുത് കേട്ടോ. കുറച്ച് കാര്യങ്ങളാണ്, ഉപകാരപ്പെടും എപ്പോഴും. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു വയ്ക്കുമ്പം, വിളക്കോ തിരിയൊക്കെ കത്തിച്ചു വെച്ചാൽ, സന്ധിക്ക കത്തിച്ചു വെക്കുന്നെങ്കിൽ എന്തു വരും ആ വിളക്കിൻ്റെ അടുത്തേക്ക്? കുറേ പ്രാണികൾ. എല്ലാത്തിനും എന്തുണ്ട്? ചിറകുള്ള, ചെറിയ ചിറകുള്ള പ്രാണികളാണ്. ഈ വിളക്കിൻ്റെ അടുത്ത് വന്നേച്ച് ഇങ്ങനെ കറങ്ങും. ചില സമയത്ത് എന്ത് പറ്റും? അതിൻ്റെ ചിറക് ഈ തീയെ തട്ടി അങ്ങ് പോവും. എവിടെ വീഴും? ആ വിളക്കിൻ്റെ ചോട്ടിൽ കിടക്കും. ചാകത്തില്ല. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കും. പറക്കാൻ നോക്കും, പക്ഷെ ഒരു ചിറകില്ല. അത് ആ തീയുടെ ചൂടിൽ അത് ഉരുകിപ്പോയി, അല്ലെ അത് പോയി. ഇനി ആ പ്രാണി പറക്കുമോ ഇല്ലയോ? ആ പ്രാണി അവിടെ വീണ് കിടക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന പല്ലി വന്നേച്ച് അതിനെ തിന്നും. അതിൻ്റെ ജീവിതം ആ വിളക്കിൻ്റെ ചുവട്ടിൽ തീരും. അതൊരു പ്രാണിയുടെ കാര്യം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനാണ് ആ പ്രാണിയുടെ സ്ഥാനത്തെങ്കിലോ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് കുടുംബജീവിതത്തിലേക്ക് വന്നത്. പക്ഷെ എൻ്റെ ചിറക് കരിഞ്ഞുപോയി. ഞാൻ വിചാരിച്ച ഒരാളല്ല എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ മക്കളുമല്ല, ഒന്നും ഞാൻ കണക്ക് കൂട്ടിയതുപോലല്ല. എൻ്റെ ചിറക് കരിഞ്ഞു. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഒരു പല്ലിയും പിടിച്ച് വിഴുങ്ങിയാല. ചിറക് കരിഞ്ഞാലും ബൈബിൾ പറയുന്നു അവൻ ചിറക് അടിച്ച് ഉയരും. അപ്പോൾ എവിടുന്ന് ചിറക് വരും? ദൈവഭക്തന് പറക്കാനുള്ള ചിറക് ദൈവം കൊടുക്കും അവൻ്റെ പ്രാർത്ഥനയിൽ. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയാം, ഇത് സത്യമാണിത്. ദൈവഭക്തൻ അവൻ്റെ ചിറക് കരിഞ്ഞാലും, എന്ത് ചിറകായിക്കോട്ടെ, അവൻ ദൈവഭക്തനാണോ, അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന് പറക്കാനുള്ള ചിറക് കൊടുക്കും. അവൻ വീണ്ടും പറന്നു പോകും. നിങ്ങൾ എട്ടുകാലി വല കണ്ടിട്ടുണ്ടാവും. എട്ടുകാലി അതിങ്ങനെ റൗണ്ടിലാണ് എട്ടുകാലി ഉണ്ടാക്കി വെക്കുന്നത്. പറന്നു പോകുന്ന പ്രാണി എവിടെ ചെന്ന് ചാടും? ഈ വല അവിടെ പോയിരിക്കും. ഇതേന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതനുസരിച്ച് കുടുങ്ങുമോ രക്ഷപ്പെടുമോ? കുടുങ്ങി 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 അവസാനം ഇത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇത് കുടുങ്ങിപ്പോവും. എട്ടുകാലി വന്നേച്ച് ഇതിനെ ബോൾ പോലെ ഇട്ട് തട്ടിക്കളിക്കും. എട്ടുകാലി ആ ഇലയുടെ അടിയിൽ നിന്ന് ഓടി വന്നേച്ച് ഒരു പിള്ളേര് ബോൾ തട്ടുന്നത് പോലെ ഒരു ഒറ്റ തട്ടലുണ്ട്, ഉരുട്ടുണ്ട്. ഉരുട്ടി അതിനെ ഒരു വാലയ്ക്കകത്താക്കി വെക്കും. എന്നിട്ടൊരു സൂചി പോലെ ഒരു സാധനം കുത്തി ഇറക്കി അതിൻ്റെ ഉള്ള ജീവൻ ഊറ്റി ഞാൻ കുടിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ എട്ടുകാലി വലയിൽ നിന്ന് വിടിച്ച് അതിനെ തള്ളിക്കളയും, ചണ്ടി പോലെ. എട്ടുകാലി വലയിൽ വീണ പ്രാണി ഒരു കാലത്തും രക്ഷപ്പെടില്ല. പക്ഷേ പ്രാർത്ഥനയുള്ളൊരു മനുഷ്യൻ ഇതുപോലൊരു കെണിയിൽ പോയി പെട്ടാലോ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലൊരു പ്രതിസന്ധിപ്പെട്ടാലോ, അവൻ്റെ ജീവിതം ചണ്ടി പോലാകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ അവൻ അതിനെ പൊട്ടിച്ച് അതിൽ നിന്ന് മറികടന്ന് കയറിപ്പോകും. അതാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വായിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.